നമ്മുടെ ടോപ്പിക് ഫാക്ടേഴ്സ് ഡിറ്റർമിൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമിൻ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. The important factors directly or indirectly influence the degrees of demand to any small change in price. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, നേച്ചർ ഓഫ് കമ്മോഡിറ്റി. Elasticity has been argued as primarily depending on if the actual commodity to be demanded is a basic necessity, a comfort, or a luxury. This is because goods that fall under the basic necessities of life have been categorized as having inelastic demand, while whose comforts and luxury goods are categorized under the elastic demand. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്മോഡിറ്റിയുടെ നേച്ചർ അനുസരിച്ച് ഈ കമ്മോഡിറ്റിയുടെ ഇലാസ്റ്റിസിറ്റി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് കമ്മോഡിറ്റീസിന് നെസസറി കമ്മോഡിറ്റീസ് എന്നും അതുപോലെ തന്നെ ലക്ഷറി കമ്മോഡിറ്റീസ് എന്നും ക്ലാസിഫൈ ചെയ്യാം, ജനറൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അതിൽ ബേസിക് നെസസിറ്റി ആയിട്ടുള്ള കമ്മോഡിറ്റി, നെസസറി കമ്മോഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ലൈഫിൽ എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ അല്ലേ, വളരെ നെസസറി ആയിട്ട് വേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെ കമ്മോഡിറ്റീസിൻ്റെ ഡിമാൻഡ്. അപ്പോൾ ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ്. അതേസമയം കംഫർട്ട്സ് ആൻഡ് ലക്ഷറി എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്നത് ഇലാസ്റ്റിക് ഡിമാൻഡാണ്. ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് ഏതിൻ്റെ? കംഫർട്ട്സിൻ്റെയും ലക്ഷറീസിൻ്റെയും. അതുപോലെ തന്നെ ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ് ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ്. ഇനി രണ്ടാമത്തത് അവൈലബിലിറ്റി ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. Goods or services with available substitutes have been theoretically and practically argued and established as having elastic demand. And those goods and services that are without available substitutes normally have inelastic demand. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉള്ളതായിട്ടുള്ള ഗുഡ്സ് നമുക്കതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടീ ആൻഡ് കോഫി പറയും അല്ലേ, ടീയുടെ വില കൂടുതലാണെങ്കിൽ കോഫി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പറയും. അപ്പോൾ ടീ ആൻഡ് കോഫി എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ്. അപ്പോൾ അങ്ങനെ അവൈലബിൾ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടെങ്കിൽ ആ കമ്മോഡിറ്റി ഡിമാൻഡ് ഇലാസ്റ്റിക് ഡിമാൻഡാണ്. അതേസമയം വിത്തൗട്ട് അവൈലബിൾ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ്. Good example of these goods are coffee and tea that serves as substitutes to each other. They are substitutes because a change in price of tea might make people to switch over to buying coffee. Alternatively, an increase in the price of coffee may also make people shift to buy tea. But a good example of inelastic demand is sought because it has no substitute. അപ്പോൾ നമ്മളിവിടെ രണ്ട് കേസും പറഞ്ഞിരിക്കുകയാണ്. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഉള്ള കേസ് പറഞ്ഞു, സബ്സ്റ്റിറ്റ്യൂട്ട് ഉള്ള കേസിൽ ഡിമാൻഡ് ഇലാസ്റ്റിക് ആണെന്ന് പറഞ്ഞു. അതേസമയം സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്ത കേസിൽ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആണ്. അവിടെ വലിയൊരു റെസ്പോൺസീവ്നെസ്സും അല്ലെങ്കിൽ വലിയൊരു ചേഞ്ച് ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് കാണിക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ കേസിൽ ടീ ആൻഡ് കോഫി തന്നെയാണ് നമ്മളിവിടെയും എക്സാമ്പിളായിട്ട് എടുത്തത്. എന്നാൽ ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ കേസിൽ നമ്മളെടുത്ത എക്സാമ്പിൾ സോൾട്ട് ആണ്. അപ്പോൾ സോൾട്ടിൻ്റെ നമുക്കറിയാം സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിമാൻഡ് എന്തായിരിക്കും? ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. നമുക്കതിന് പകരമായിട്ട് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിനോട് വളരെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ ഒരു കമ്മോഡിറ്റി ഡിമാൻഡിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കും. നെക്സ്റ്റ് കേസ് യൂസസ് ആൻഡ് ഓർ അപ്ലിക്കേഷൻ ഓഫ് ദ ഗുഡ്സ് ഓർ സർവീസ്. ഒരു കമ്മോഡിറ്റിയുടെ യൂസ് അനുസരിച്ചിട്ട് അതിൻ്റെ ഡിമാൻഡ് നമുക്ക് ഫിക്സ് ചെയ്യാം. The usage of goods or service may affect its elasticity, either elastic or inelastic. Good example is electricity. അപ്പോൾ ഇലക്ട്രിസിറ്റി ആണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. Any decrease in price will eventually lead to consumer ability to make more use and further establishing electricity as having elastic demand curve. അപ്പോൾ അതായത് ഇലക്ട്രിസിറ്റി ആണ് നമ്മളിവിടെ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ കേസ് നമുക്കറിയാം. ഇപ്പോൾ ഇലക്ട്രിസിറ്റി റേറ്റ് വളരെ കുറവാണെങ്കിൽ, ഇലക്ട്രിസിറ്റിയുടെ പ്രൈസ് വളരെ കുറവാണെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും? മേക്ക് മോർ യൂസ് അല്ലേ, കൂടുതലായിട്ട് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാൻ തുടങ്ങും. ഫർദർ എസ്റ്റാബ്ലിഷിംഗ് ഇലക്ട്രിസിറ്റി ആസ് ഹാവിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റിയുടെ ഡിമാൻഡ് എങ്ങനെയുള്ള ഡിമാൻഡായിട്ട് മാറും? ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ റെസ്പോണ്ട് ചെയ്യും. പ്രൈസിനനുസരിച്ച് റെസ്പോൺസീവ്നെസ് കൂടുതലായിരിക്കും. പ്രൈസ് കുറവാണെന്ന് കാണുമ്പോൾ കുറേ ആളുകൾ എന്ത് ചെയ്യും? അത് ഡിമാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് പറയാം അതിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആണ്.
ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്മോഡിറ്റിയാണ് ഇലക്ട്രിസിറ്റി. അപ്പോൾ യൂസേജ് അനുസരിച്ച് യൂസ് കൂടുന്തോറും നമുക്ക് കമ്മോഡിറ്റി ഡിമാൻഡ് ഇലാസ്റ്റിക് ആണെന്ന് പറയാം. യൂസ് കുറവുള്ള കമ്മോഡിറ്റി ആണെങ്കിൽ നമുക്കതിനെ പറയാം ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ്. ഫോർത്ത് പോയിന്റ്, കൺസ്യൂമേഴ്സ് പ്രപ്പോർഷൻ ഓഫ് ദ ഇൻകം ദാറ്റ് ഈസ് സ്പെൻഡ് ഓൺ ദ കമ്മോഡിറ്റി. അപ്പോൾ കൺസ്യൂമറുടെ ഇൻകം ഒരു കമ്മോഡിറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന കൺസ്യൂമറുടെ ആ ഇൻകത്തിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ച് നമുക്ക് ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ ഡിമാൻഡ് എന്ന് പറയാം. Practically, we have noticed that the consumer can spend only a very small percentage of its income in buying such goods. അതായത് കൺസ്യൂമർ സ്പെൻഡ് ചെയ്യുന്ന ഇൻകത്തിൻ്റെ പ്രപ്പോർഷൻ വളരെ സ്മോൾ ആണെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആണ്, അതായത് ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആണെന്ന് പറയാം. എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുകയാണ് സോൾട്ടും മാച്ചസും. അതായത് സോൾട്ട് പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ മാച്ചസ് നമുക്ക് തീപ്പെട്ടിയൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഇൻകത്തിൻ്റെ ഒരു വലിയ പെർസെൻറ്റേജ് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? ഇല്ല, കൺസ്യൂമറുടെ ഇൻകത്തിൻ്റെ ഒരു സ്മോൾ പെർസെൻറ്റേജ് മാത്രം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ആ ഒരു കേസിൽ നമുക്ക് ഏത് ഡിമാൻഡിൽ പറയാം? ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അതായത് ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആണ്. പെട്ടെന്നുള്ളൊരു റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. പ്രൈസിൽ വരുന്ന ചേഞ്ചിനനുസരിച്ച് റെസ്പോൺസീവ്നെസ് കുറവായിരിക്കും അല്ലേ? ഇപ്പോൾ സോൾട്ടിൻ്റെ വില ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ മാച്ചസിൻ്റെ വില ഇൻക്രീസ് ചെയ്തു, സോൾട്ടിൻ്റെ വില ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന് ഡിമാൻഡിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും? ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം അതിൻ്റെ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ്. അപ്പോൾ കൺസ്യൂമറുടെ ഇൻകത്തിൻ്റെ ഒരു മേജർ പ്രപ്പോർഷൻ അല്ലാതെ വരുന്ന ഗുഡ്സ്, അതായത് വളരെ ചെറിയൊരു പാർട്ടായിട്ട് മാത്രമാണ് ആ ഒരു സ്പെൻഡിങ് വരുന്നതെങ്കിൽ ആ ഒരു ഡിമാൻഡിന് നമുക്ക് ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ് എന്നുള്ള ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഇനി കൺസ്യൂമറുടെ ഇൻകത്തിൻ്റെ ഒരു മേജർ പ്രപ്പോർഷൻ വരുന്ന കമ്മോഡിറ്റീസ് ആണെങ്കിലോ, ഇപ്പോൾ ഒരു ലക്ഷറി ആയിട്ടുള്ള കാറിൻ്റെ പർച്ചേസ് അല്ലെങ്കിൽ ഒരു ഗോൾഡ് നെക്ലേസ് പർച്ചേസ് ചെയ്യാം. ഇതൊക്കെ വരുമ്പോൾ എന്തായിരിക്കും? പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രൈസിൽ വരുന്ന വേരിയേഷൻ ഡിമാൻഡിനെ കൂടുതൽ റെസ്പോണ്ട് ചെയ്യും. ഡിമാൻഡുമായിട്ടുള്ള റെസ്പോൺസീവ്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കമ്മോഡിറ്റീസിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആയിരിക്കും. ഇനി നമുക്ക് ഫിഫ്ത്ത് പോയിന്റ് നോക്കാം, പ്രൈസ് ഓഫ് ഗുഡ്സ്. ഗുഡ്സിൻ്റെ പ്രൈസ് എങ്ങനെയാണ് ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ എന്ന് ഫിക്സ് ചെയ്യുന്നത്? ചീപ്പ് ഗുഡ്സ് ആൻഡ് സർവീസസ് നോർമലി ഹാവ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ചീപ്പായിട്ടുള്ള ഗുഡ്സും സർവീസും എപ്പോഴും ഏത് ഡിമാൻഡ് ആയിരിക്കും? ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. അതേസമയം എക്സ്പെൻസീവ് ഗുഡ്സ് ആണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആയിരിക്കും. നമ്മളിപ്പോൾ നേരത്തെ കേസിൽ കണ്ടില്ലേ, എക്സ്പെൻസീവ് ഗുഡ് ആണെങ്കിൽ ഡിമാൻഡ് പ്രൈസിൽ വരുന്ന വേരിയേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഇതിനോട് റെസ്പോണ്ട് ചെയ്യും, അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡുമായിട്ട് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ അത് ഇലാസ്റ്റിക് ഡിമാൻഡാണ് എക്സ്പെൻസീവ് ഗുഡ് ആണെങ്കിൽ. അതേസമയം നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം, ഇൻകം ഓഫ് ദ കൺസ്യൂമർ. കൺസ്യൂമറുടെ ഇൻകം എങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി ഫിക്സ് ചെയ്യുന്നത്? The rich or high income earners normally have inelastic demand curve for their goods and services. അതായത് റിച്ച് ആയിട്ടുള്ള ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹൈ ഇൻകം ഉള്ള ഗ്രൂപ്പിൻ്റെ ഡിമാൻഡ് എപ്പോഴും ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. വൈൽ ദ പുവർ ഓർ ലോവർ ഇൻകം ഏർണേഴ്സ് നോർമലി ഹാവ് ഇലാസ്റ്റിക് ഡിമാൻഡ്. പക്ഷേ പുവർ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ലോവർ ഇൻകം ഏർണേഴ്സ് ആണെങ്കിൽ അവരുടെ ഡിമാൻഡ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ദിസ് ഈസ് ബിക്കോസ് റിച്ച് ആൻഡ് ഹൈ ഇൻകം ഏർണേഴ്സ് വിൽ ബൈ ദ ഗുഡ്സ് ആൻഡ് സർവീസ് അറ്റ് എവറി ലെവൽ ഓഫ് ഇറ്റ്സ് പ്രൈസ്, whereas the poor or lower income earners tends to change along the quantity of their consumption due to change in price. അപ്പോൾ രണ്ട് കേസ് നമ്മളിവിടെ കണ്ടു. റിച്ച് അല്ലെങ്കിൽ ഹയർ ഇൻകം ഏർണേഴ്സ് ആണെങ്കിൽ അവരുടെ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് പ്രൈസിൽ എന്ത് ചേഞ്ച് വന്നു കഴിഞ്ഞാലും അത് അവരെ എഫക്റ്റ് ചെയ്യണില്ല അല്ലേ? പ്രൈസ് ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും അവരെത്രയാണോ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് അവർ പർച്ചേസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ആണ്. പക്ഷേ പുവർ ആയിട്ടുള്ള ആളുകളാണെങ്കിലോ, പുവർ അല്ലെങ്കിൽ ലോവർ ഇൻകം ഉള്ള ആളുകളാണെങ്കിൽ പ്രൈസിൽ വരുന്ന വേരിയേഷനോട് പെട്ടെന്ന് അവരെന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യും. പ്രൈസ് കൂടുക എന്ന് കാണുമ്പോൾ അവരപ്പോൾ തന്നെ അവരുടെ പർച്ചേസ് അവർ ഡ്രോപ്പ് ചെയ്യും, പർച്ചേസ് അവർ വേണ്ടാന്ന് വയ്ക്കും അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി പുവർ അല്ലെങ്കിൽ ലോ ഇൻകം ഏർണേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ഡിമാൻഡ് കർവ് എപ്പോഴും ഇലാസ്റ്റിക് ആണ്. എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇലാസ്റ്റിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ റെസ്പോൺസീവ്നെസ് കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് നമ്മളിവിടെ കണ്ട രണ്ട് കാര്യങ്ങൾ. ഇനി സെവൻത്ത് പോയിൻ്റായിട്ട് പറയുന്നത് ടൈം പീരീഡാണ്. ടൈം പീരീഡിൽ elasticity of demand would better occur in the long run production of goods and service than at the short run.
അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കൂടുതൽ നടക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇലാസ്റ്റിസിറ്റി കൂടുതലായിട്ട് നമുക്ക് വിസിബിൾ ആവുന്നത് ലോങ് റൺ പ്രൊഡക്ഷൻ്റെ കേസിലാണ് റാദർ ദാൻ ഷോർട്ട് റൺ. This is primarily because in the long run production and supply process, the consumers could adjust to their individual demand by switching or trying cheaper substitutes. അതായത് ഒരു ലോങ് റൺ കേസിലാണെങ്കിൽ, ഒരു ലോങ് റൺ പീരീഡിലാണെങ്കിൽ, ഒരു ലോങ് റൺ പ്രൊഡക്ഷൻ്റെ കേസിലാണെങ്കിൽ കൺസ്യൂമേഴ്സിനെ കുറച്ചും കൂടെ അവരുടെ ഡിമാൻഡിന് സ്വിച്ച് ഓവർ ചെയ്യാൻ, അല്ലെങ്കിൽ കുറച്ചും കൂടെ അവരുടെ ഡിമാൻഡിന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പ്രൈസ് കൂടുതലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് പകരം വേറൊരു ചീപ്പറായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ഉപയോഗിക്കാനായിട്ട് അതിനുള്ളൊക്കെ ഒരു ഗ്യാപ്പ് കിട്ടുന്നത്, ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇൻഡസ്ട്രി എവിഡൻസ് ഹാസ് ഷോൺ ദാറ്റ് പ്രൊഡക്ഷൻ ഓഫ് ദ ചീപ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ആർ ഓൺലി പോസിബിൾ ഓൺലി അറ്റ് ദ ലോങ് റൺ ഓപ്പറേഷണൽ പ്രോസസ്സ്. അപ്പോൾ എപ്പോഴും ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഏറ്റവും കൂടുതലായിട്ട് ബെറ്ററായിട്ട് ഒക്യൂർ ചെയ്യുന്നത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലാണ്. അപ്പോൾ ടൈം പീരീഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി കൂടാനായിട്ട്, ഇലാസ്റ്റിക്കായിട്ട് ഒരു കമ്മോഡിറ്റിയുടെ പർച്ചേസ് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനും, അതുപോലെ തന്നെ അതിന് പറ്റിയ ചീപ്പറായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് അവർക്ക് ട്രൈ ചെയ്യാനും എല്ലാത്തിനെയും ടൈം പീരീഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഒക്യൂർ ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല കണ്ടീഷൻ എന്ന് പറയുന്നത് ലോങ് റൺ പ്രൊഡക്ഷൻ കണ്ടീഷൻസ് ആണ് റാദർ ദാൻ ഷോർട്ട് റൺ. നെക്സ്റ്റ് പോയിന്റ്, ഇൻകം ആൻഡ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ സൊസൈറ്റി. അതിൽ നമ്മൾ പറയാണ് രണ്ട് രീതിയിൽ നമുക്ക് ഇൻകവും വെൽത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഒന്ന് ഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നടത്താം, അതുപോലെ തന്നെ അൺഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നടത്താം. The presence of unequal distribution of national income would the demand for the goods and service to be relatively inelastic. അപ്പോൾ അൺഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, നാഷണൽ ഇൻകത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അൺഈക്വൽ ആണെങ്കിൽ നമുക്കതിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. മോസ്റ്റ് അഡ്വാൻസ്ഡ് കൺട്രീസ് ദാറ്റ് അലൗ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദിയർ ഇൻകം ആൻഡ് വെൽത്ത്, മറ്റുള്ള അഡ്വാൻസ്ഡ് കൺട്രീസിലാണെങ്കിൽ അവിടെ ഇൻകത്തിൻ്റെയും വെൽത്തിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ മോർ ഓർ ലെസ് ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. ഇറ്റ് വിൽ മേക്ക് പോസിബിൾ ഇലാസ്റ്റിക് ഡിമാൻഡ് ഫോർ ഇറ്റ്സ് കമ്മോഡിറ്റി. അതുകൊണ്ട് തന്നെ അവരുടെ ഡിമാൻഡ് എന്തായിരിക്കും? ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻകത്തിൻ്റെയും വെൽത്തിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ ഈവൻ ആണെങ്കിൽ ഡിമാൻഡ് ഇലാസ്റ്റിക് ആയിരിക്കും. ഡിമാൻഡ് ഇലാസ്റ്റിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിനോട് റെസ്പോൺസീവ്നെസ് കൂടുതലായിരിക്കും. അതേസമയം അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രം പണം ഉണ്ടാവുക, കുറേ പേര് പുവറായിട്ട് ജീവിക്കുക. അതായത് നമ്മൾ പറയും കോൺസെൻട്രേഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ഇൻ ദ ഫ്യൂ ഹാൻഡ്സ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ഒരു ഫ്യൂ ഹാൻഡ്സിൻ്റെ കയ്യിൽ മാത്രമായിട്ട്, കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രമായിട്ട് ഇൻകവും വെൽത്തും ഒതുങ്ങിക്കൂടും. അതാണ് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഗുഡ്സിൻ്റെ ഡിമാൻഡ് അവിടെ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. അഡ്വാൻസ്ഡ് കൺട്രീസിൽ, അതായത് ഈവൻ ഡിസ്ട്രിബ്യൂഷനാണ് ഇൻകത്തിലെങ്കിൽ, നാഷണൽ ഇൻകത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരേപോലെയാണ് എല്ലാവർക്കും എങ്കിൽ അവിടെ കമ്മോഡിറ്റീസിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും, പെട്ടെന്ന് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ 8 പോയിന്റ്സ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് നേച്ചർ ഓഫ് ദ കമ്മോഡിറ്റിയാണ്. കമ്മോഡിറ്റിയുടെ നേച്ചറിനനുസരിച്ച് ഇലാസ്റ്റിസിറ്റി മാറും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. ബേസിക് നെസസിറ്റീസിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്താണ്, കംഫർട്ട്സ് ആൻഡ് ലക്ഷറീസിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് നോട്ട് ചെയ്യുക. സെക്കൻഡ് പോയിന്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ ആണെങ്കിൽ എന്തായിരിക്കും ഇലാസ്റ്റിസിറ്റി, വിത്തൗട്ട് അവൈലബിൾ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിൽ എന്താണ് ഇലാസ്റ്റിസിറ്റി എന്നുള്ളതാണ് അവിടെ നോട്ട് ചെയ്യേണ്ടത്. തേർഡിൽ നമ്മൾ പറയുന്നത് ഇലക്ട്രിസിറ്റി, അതായത് യൂസസ് കൂടുതലാണെങ്കിൽ, ഒരു ഗുഡിൻ്റെ യൂസ് കൂടുതലാണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ഇൻകം സ്പെൻഡ് ചെയ്യുന്നത്, അതായത് ഒരു കമ്മോഡിറ്റി പർച്ചേസ് ചെയ്യാനായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഇൻകത്തിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ച് നമുക്ക് ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ എന്ന് പറയാനായിട്ട് സാധിക്കും. ഫിഫ്ത്ത് പോയിൻ്റായിട്ട് നമ്മൾ കണ്ടത് പ്രൈസാണ്. ഗുഡ്സിൻ്റെ പ്രൈസ് നോക്കി, ഇപ്പോൾ ചീപ്പായിട്ടുള്ള ഗുഡ്സ് ആണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആണെന്നും, എക്സ്പെൻസീവ് ആണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആണെന്നും പറഞ്ഞു. നെക്സ്റ്റ് പോയിന്റിൽ കൺസ്യൂമറുടെ ഇൻകം വെച്ചുകൊണ്ടാണ് നമ്മൾ കണ്ടത്. ഹൈ ഇൻകം ഉള്ള കൺസ്യൂമർ ആണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആണെന്നും, ലോ ഇൻകം ഉള്ള കൺസ്യൂമർ ആണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെന്നും നമ്മൾ ആ പോയിന്റിൽ കണ്ടു. സെവൻത്ത് പോയിന്റായിട്ട് ടൈം പീരീഡ് ആണ് പറയുന്നത്. ടൈം പീരീഡിൽ ലോങ് റണ്ണിലാണ് ഇലാസ്റ്റിസിറ്റി ചേഞ്ചസ് വരുത്താനായിട്ടുള്ള, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കൂടുതലായിട്ട് ഒക്യൂർ ചെയ്യുന്നത് ലോങ് റൺ കേസിലാണ് റാദർ ദാൻ ഷോർട്ട് റൺ. അത്രയും ആ കാര്യമാണ് നമുക്ക് ആ പോയിന്റിൽ പറയേണ്ടത്. നെക്സ്റ്റ് ഇൻകം ആൻഡ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സൊസൈറ്റിയിൽ ഇൻകത്തിൻ്റെയും വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ അൺഈക്വൽ ആകുന്ന സമയത്ത് ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആണെന്നും, ഈവൻ ഡിസ്ട്രിബ്യൂഷനാണ് ഇൻകത്തിൻ്റെയും വെൽത്തിൻ്റെയും എങ്കിൽ നമ്മുടെ ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണ് എന്നുമാണ് നമ്മൾ ആ പോയിന്റിൽ കണ്ടത്. അപ്പോൾ എല്ലാവരും പഠിക്കുക. അതിൻ്റെ എല്ലാത്തിൻ്റെയും പോയിന്റ്സിൽ ഓരോ കേസിലും ഇലാസ്റ്റിക് ഇൻഇലാസ്റ്റിക് ഏത് കണ്ടീഷനിലാണ് എന്നുള്ളത് മാത്രം നോട്ട് ചെയ്ത് വയ്ക്കുക.
അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണും. ഓക്കെ, താങ്ക് യു.